പ്രേമ, ഈ കഴിഞ്ഞ ദിവസം ലോകകപ്പ് ഫുട്ബോൾ ഇപ്പോൾ നടക്കുകയാണല്ലോ. അപ്പോൾ കേപ്പ് വെർദ എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് കളിയുണ്ടായിരുന്നു. ആർക്കാ? അർജൻറ്റീനയ്ക്ക്. ഏറ്റവും ഒരു കുഞ്ഞൻ ടീമാണ്, ഒരു ദ്വീപസമൂഹമാണ് എന്നൊക്കെ പത്രത്തിൽ വാർത്തകൾ നമ്മൾ വായിച്ചു. അപ്പോൾ മെസ്സി കേപ്പ് വെർദയുമായി കളിക്കുമ്പോൾ തോറ്റുപോകും, മെസ്സിയുടെ അർജൻറ്റീന തോറ്റുപോകും എന്നൊരു വർത്തമാനം നമ്മളിങ്ങനെ കേട്ടു. ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു തോറ്റുപോകും. അപ്പോൾ അതിനെ മെസ്സി ഓവർകം ചെയ്തത് മെസ്സി ഒരു ഹിന്ദു മതവിശ്വാസി ആയതുകൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കാണ് തന്നെ പോകുന്നത്. മെസ്സി ഹിന്ദു മതവിശ്വാസിയാണ്, ശിവനും പാർവതിയും ഗണപതിയും ഒക്കെയാണ്, മുരുകനും ഒക്കെയാണ് രക്ഷിച്ചത് എന്നൊക്കെ ഒരു വർത്തമാനം പറയുന്നുണ്ട്. മെസ്സി ഒരു ഹിന്ദു മതവിശ്വാസിയാണോ? ഈ വിശ്വാസത്തിൽ ലോജിക്കില്ല. വിശ്വാസത്തിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ പ്രധാനം. മെസ്സി അവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതവിശ്വാസപ്രകാരമുള്ള ശിവനോ ഗണപതിയോ ഹനുമാൻ പൂജ വരെ നടത്തിയെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒരാൾ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പം നമ്മൾ സിറ്റ്കോമുകളിലൊക്കെ, ഇവിടുത്തെ കോമഡി സിറ്റ്കോമുകളിലൊക്കെ കാണുന്നുണ്ട്, മെസ്സി നക്ഷത്രം അറിയില്ല, അർച്ചന എന്തോ ആയിക്കോട്ടെ. അല്ല, അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇപ്പോൾ അതിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അവകാശവാദം ഉന്നയിക്കാം, അതിൽ തെറ്റൊന്നും പറയാനൊന്നും നോക്കത്തില്ല. ഏതായാലും അദ്ദേഹം പേരിൽ തന്നെ മെസ്സിയുടെ മലയാളം മിശിഹ, യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേര്, അങ്ങനെ ഒരു സ്വന്തം പേര് തന്നെ അടിയുറച്ചൊരു ക്രിസ്തുമത വിശ്വാസിയും ക്രിസ്തു ആരാധനാക്രമങ്ങളിൽ തൻ്റെ വിശ്വാസം ഊന്നി പറയുന്ന ഒരാളും കൂടിയാണ് മെസ്സി. അപ്പം അദ്ദേഹം കഴിഞ്ഞ 2025 ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ ഹിന്ദുമത പൂജകളിൽ, ആരാധനകളിൽ അദ്ദേഹം പങ്കുകൊണ്ടു. അതുമാത്രമല്ല, ചില ക്രിയകൾ അദ്ദേഹം തന്നെ സ്വയം നിർവഹിക്കുകയും മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെന്തോന്നു? അപ്പോൾ അതിൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ലോജിക്കലി ഇടയ്ക്കെന്ന് പറയുകയാണ്, വിഷയം മാറുന്നതല്ല. ഈ ഒബാമ എന്ന് പറയുന്ന നമ്മുടെ പഴയ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം ഇന്ത്യ വന്നപ്പോൾ ഹനുമാന്റെ ഒരു വിഗ്രഹം അടങ്ങിയ എന്തോ ഒരു കീ ചെയിൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ വന്നപ്പം അദ്ദേഹം പൂജയിലൊക്കെ പങ്കെടുത്തില്ല. അദ്ദേഹം ഇവിടെ വന്നു, ആരാധനകളിൽ പങ്കെടുത്തു, പൂജ കഴിച്ചു. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നത് എന്താ ലോജിക്കലി എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ ആ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആ ഒരു സംഗതിയിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പാർഷ്യലി അതിൽ വിശ്വാസത്തിന് ലോജിക്കില്ലാത്തതാണ്. അത് എന്തിനു വേണം നിങ്ങൾക്ക് വിശ്വസിക്കാം? അതെ, വിശ്വാസത്തിന് ലോജിക്കില്ലാത്തത് കൊണ്ട്, വിശ്വാസം മാത്രമായതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാനേ നമുക്കിപ്പോൾ നിർവാഹമുള്ളൂ. ഏതായാലും ഈ കേപ്പ് വെർദെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. വെറും 5.5 ലക്ഷം മാത്രം അംഗസംഖ്യയുള്ളൊരു രാജ്യം. ഈ ആഫ്രിക്ക യോഗ്യതാ മത്സരത്തിൽ കാമറൂണിനെ മറികടന്ന് ലോകകപ്പ് കളിക്കാൻ വന്ന ഒരു രാജ്യം. അതെ, യോഗ്യതാ മത്സരത്തിൽ കാമറൂൺ 19 പോയിന്റ് കിട്ടിയപ്പോൾ ഇവർക്ക് 23 പോയിന്റ്. ഒരേ ഒരു മത്സരം മാത്രമേ യോഗ്യതാ റൗണ്ടിൽ ഇവർ പരാജയപ്പെട്ടുള്ളൂ. അപ്പോൾ അവിശ്വസനീയമായ യോഗ്യതാ റൗണ്ട് പാസ്സായി വന്ന ഒരു ടീം, അവർ ഒറ്റ മത്സരം പോലും തോൽവി അറിയാതെയാണ് അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ വന്നത്. ഒറ്റ മത്സരം എന്ന് പറയുമ്പോൾ അവർ കളിച്ചത് ആരൊക്കെ ആയിട്ട് കണക്ക് നോക്കണം. സ്പെയിനെതിരെ 0-0, ഉറുഗ്വായ് 2-2, സൗദിക്കെതിരെ 0-0, കൂട്ടത്തിൽ ഇത്തിരി ദുർബല ടീമെന്ന് പറയാൻ സൗദി മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും ജഗജാല കില്ലാടിമാരായ 2 ടീമിനെതിരെ മത്സരിച്ച് അവരെ സമനിലയിൽ തളച്ചിട്ടാണ് അർജന്റീനയായിട്ട് കളിക്കാൻ വരുന്നത്. അപ്പോൾ ഇവരിൽ ഫിഫ റാങ്കിങ്ങിൽ 67ാമത് നിൽക്കുന്നു, അർജന്റീന 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ആനയാട് വ്യത്യാസമുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിൽ നമ്മുടെ ഒരു ചങ്ങാതി, അങ്ങേരുടെ പേര്, ആ പേരൊക്കെ രസമാണ്, നാന കാക്കു ബോൺസാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖാന സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് സ്റ്റീഫൻ ഒബെയ് മെൻസെ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രവചനം അങ്ങ് നടത്തിയത് ഇങ്ങനെയാണ്: ഈ കേപ്പ് വെർദയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഞാൻ മെസ്സിയെ അങ്ങ് ശപിച്ചു. അദ്ദേഹം ഇതുവരെ 6 ഗോൾ നേടിയിരുന്നു. അപ്പോൾ ഇനി ഒരു ഗോൾ മെസ്സി അടിക്കില്ല, ഞാൻ ശപിച്ചിട്ടുണ്ട്. ഈ മത്സരത്തോടുകൂടി അർജന്റീനയുടെ കാര്യം തീരുമാനമാകും, കേപ്പ് വെർദെ ജയിക്കും. അമ്പടാ, ഈ പറഞ്ഞ അവസാന നിമിഷം വരെ ഈ പ്രവചനം അച്ചട്ടായിരുന്നേ. കാരണം 2-2 നിൽക്കുകയായിരുന്നു. മത്സരത്തിൽ മേധാവിത്വം അർജന്റീനയ്ക്കായിരുന്നു. കാര്യം ആദ്യം ഗോളടിച്ചത് 29ാം മിനിറ്റിൽ മെസ്സി അടിച്ചാണ് തുടങ്ങിയത്. 92ാം മിനിറ്റിൽ മാർട്ടീനസും ഓരോ ഗോൾ നേടി. കേപ്പ് വെർദയുടെ ഗോൾ 59ാമത്തെ മിനിറ്റിൽ ഡെയ്റ വെർദയും 103ാമത് മിനിറ്റിൽ സിഡ്നി ലോപ്സും അവർക്ക് വേണ്ടി സ്കോർ ചെയ്തു. അപ്പോൾ 2-2 എന്ന നിലയിൽ നിൽക്കുമ്പോൾ എക്സ്ട്രാ ടൈമിലോട്ട് പോയപ്പോൾ ഒരു സെൽഫ് ഗോള്
111ാമത്തെ മിനിറ്റ് ഒരു ഡിനി ബോർഗസ് എന്ന് പറയുന്നൊരു കക്ഷി സെൽഫ് ഗോൾ അടിച്ചു. അപ്പോൾ പറഞ്ഞത് പ്രകാരം ശാപം വന്നത് മറ്റവർക്കാണ്. അതെ, അതുവരെ പിടിച്ചു നിന്ന കേപ്പ് വെർദെ ഒരു സെൽഫ് ഗോളിലൂടെ വന്ന് അവർക്ക് ടൂർണമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താകുന്ന ഒരവസ്ഥ വന്ന് അർജൻറ്റീന അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കക്ഷി ഇയാൾ ചില്ലറ കക്ഷിയൊന്നുമല്ല. ഈ സ്റ്റീഫൻ ഒബൈ മെൻസെ എന്ന് പറഞ്ഞ പൂർവാശ്രമത്തിലെ പേരുള്ള ഈ കക്ഷി നമ്മുടെ ഈ 7 അഡ്വൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർമാരുടെ ഒരു എന്താ പറയുക ഒരു വിശ്വാസ കൂട്ടായ്മ, ക്രിസ്ത്യ മതത്തിലുള്ള ഒരു വിശ്വാസ കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരുന്ന കക്ഷിയാണ്. ഈ കക്ഷി 19ാമത്തെ വയസ്സിൽ ഇങ്ങേർക്ക് ഒരു അപകടം ഉണ്ടായി. ഒരു ഗ്യാസ് സിലിണ്ടർ തീ പിടിച്ച് ദേഹമാസകലം പൊള്ളി. അയാൾ അതിജീവിച്ചു. ദേഹത്ത് പൊള്ളലേറ്റ പാടുകളൊക്കെ ഉണ്ട്. അതിജീവിച്ചതിന് ശേഷം പുള്ളിക്കാരൻ 19ാം വയസ്സിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, എൻ്റെ ആത്മീയ ശക്തി കൊണ്ടാണ് ഞാനിതിനെ മറികടന്നത്. അന്ന് മുതൽ പുള്ളി മന്ത്രവാദ ലൈനാണ്. അപ്പോൾ ആ മന്ത്രവാദ ലൈനും വന്ന് അത് ആ പറയുന്ന നാട്ടിലെ ഘാന നാട്ടിലെ ഈ പരമ്പരാഗത മന്ത്രവാദ രീതിയുണ്ട്, അതിൻ്റെ പേര് കോഫി എന്നാണ്. അപ്പോൾ ആ രീതി അനുസരിച്ച് പുള്ളി മന്ത്രവാദ ക്രിയകൾ നടത്തി. അപ്പോൾ ഇയാൾ മന്ത്രവാദി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പല മേഖലയിലുള്ളവർ ഇദ്ദേഹത്തിൻ്റെ സഹായം തേടാൻ തുടങ്ങി. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ, ഈ മന്ത്രവാദത്തെ ആശ്രയിക്കുന്നവർ ഒന്നുകിൽ തീരെ ദരിദ്രരായിട്ടുള്ളവർ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, പിന്നെ അതീവ സമ്പത്തുള്ളവർ, ഇനി എങ്ങനെ സമ്പത്ത് കൂട്ടാം, മധ്യവർഗ സമൂഹം ദൈനംദിന എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ ഈ 2 കൂട്ടരായിരിക്കും. ഏതായാലും ഇദ്ദേഹം ഇവരെ നല്ല പോലെ അങ്ങ് ഊറ്റിയിട്ടുണ്ട്. ഈ മന്ത്രവാദി 19ാമത്തെ വയസ്സിൽ മരണത്തെ അതിജീവിച്ച് ഇയാൾ പിന്നീട് കാണപ്പെടുന്നത് ആഡംബര കാറുകളിലും അതേപോലുള്ള പരിപാടികളിലൊക്കെ നല്ല സമ്പത്തൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ ലോകകപ്പ് എന്ന് പറയുന്ന ഇത്തരം അവതാരങ്ങൾക്ക് നല്ലൊരു വിളഭൂമിയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക. 2014 ഇദ്ദേഹം ഇതേപോലൊരു പ്രവചനം നടത്തിയിരുന്നു. അന്ന് പോർച്ചുഗീസിനെതിരെയായിരുന്നു. പോർച്ചുഗീസ് ക്യാപ്റ്റൻ റൊണാൾഡോ, പോർച്ചുഗീസ് ഘാന മത്സരത്തിൽ റൊണാൾഡോ ഗോൾ അടിക്കില്ല. അവിടെ ഞാൻ ശപിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ പോർച്ചുഗീസ് പരാജയപ്പെടും എന്നാണ് പറഞ്ഞത്. 2-1 പോർച്ചുഗീസ് ജയിക്കുകയും ചെയ്തു. റൊണാൾഡോ ആ മത്സരത്തിൽ ഗോൾ അടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാരൻ്റെ പരിപാടി പൂട്ടിപ്പോയായിരുന്നു. ഈ മത്സരത്തിലും ഇത്തവണത്തെ ലോകകപ്പിലും പിന്നെ ഘാനയ്ക്കെതിരെ ഇംഗ്ലണ്ടിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഞാൻ ശപിച്ചിരുന്നു. പിന്നീടാണ് പറയുന്നത്, ഞാൻ ശപിച്ചിരുന്നു, അതുകൊണ്ടാണ് അയാൾക്കതിൽ ഗോളടിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഇയാൾ താരമാകാൻ നോക്കി. ഏതായാലും ഈ കേപ്പ് വെർദേക്കെതിരെയുള്ള മത്സരത്തിൽ ഇദ്ദേഹം ആ ഗ്രൗണ്ടിൽ കിടന്ന് കാണിച്ച ഗോഷ്ഠികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എന്തൊക്കെ എടുത്ത് ഇങ്ങനെ ഊതി വിടുന്നതും പിന്നെ ഒരു വലിയൊരു പാട്ടയിടകത്തുള്ള പൊടി മുഴുവൻ എടുത്ത് ദേഹത്ത് കുടഞ്ഞിടുന്നതൊക്കെ കാണാം. ഇനി ഗോതമ്പൊടിയാണെങ്കിൽ എന്തുമാത്രം പുട്ടുണ്ടാക്കി പഴവും കൂടെ കുറച്ച് കഴിക്കാം, ഒരു പിടിയില്ല. ഏതായാലും ഈ ചങ്ങാതി ഇപ്പോൾ ട്രോൾ ഐറ്റമായി മാറിയിട്ടുണ്ട്. ഗാലറിയിൽ വന്നിരുന്നു ഇദ്ദേഹം കളി. അതിന്റെ വീഡിയോസ് പ്രചരിക്കുന്നു. നിൽക്കുന്ന ഒരാളാണ്. ഇത് മുഖത്തൊക്കെ എന്തൊക്കെയോ വാരി. ഇനിയിപ്പോ ആ ലോകകപ്പ് വേദിയിലെയാണോ പ്രചരിക്കുന്നത്, വേറെ ഏതോ ഇതിലെയാണോ ഇയാളുടെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് ലോകകപ്പ് മത്സര വേദിയിലെ വീഡിയോയാണോ അതോ വേറെ ഏതെങ്കിലും മത്സരത്തിലെ വീഡിയോ ഇതിന്റെ കൂടെ ചത്തിച്ചേർപ്പിച്ചതാണോ അറിയില്ല. ഏതായാലും മെസ്സി പ്രാർത്ഥിച്ചു, മെസ്സിയുടെ പ്രാർത്ഥന ശിവൻ കേട്ടു. ഭഗവാൻ അല്ല, ഇയാള് ഈ മെസ്സി എന്തിന് ഈ ഹിന്ദു ആരാധനാക്രമം പ്രകാരമുള്ള പൂജകൾ ചെയ്തു അതുകൂടി നോക്കണമല്ലോ. കാര്യം 2020 കഴിഞ്ഞ വർഷം ഗോട്ട് ടൂർ, അതായത് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതിൻ്റെ ഫുൾ ഫോം മെസ്സിനെ അങ്ങനെയാണല്ലോ വിഷയം. ഇന്ത്യ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ലൂയിസ് സുവാരസ് ഉണ്ട്, റോഡ്രിഗോ ഡിപ്പോൾ, ഇത്രയും താരങ്ങളടക്കമാണ് വന്നത്. ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അംബാനിയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് എന്തംബാനി, ഇത്തിരി വണ്ണമൊക്കെയുള്ള ആനന്ദ് അംബാനി, ക്ഷമിക്കണം പേര് മറന്നുപോയി. ആനന്ദ് അംബാനി സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലും അദ്ദേഹം ഒരു സ്പിരിച്വൽ ലൈൻ പിന്തുടരുന്നൊരു കക്ഷിയാണ്. നമുക്കറിയാം, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം അദ്ദേഹം, ഗുരുവായൂരെന്ന് മാത്രമല്ല കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലടക്കം അദ്ദേഹം ദർശനം നടത്താൻ വന്നിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ ലൈൻ ഫോളോ ചെയ്യുന്നൊരു കക്ഷിയാണ്. അപ്പോൾ ഈ അനന്ത് അംബാനി വന്താര എന്ന പേരിൽ ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അവിടെ ഈ വന്യമൃഗങ്ങളെ പരിപാലിക്കുന്ന സെറ്റപ്പാണ്. അത് മാത്രമല്ല, അത് നമ്മുടെ സനാതനധർമ്മം പ്രകാരം അത് പിന്തുടരുന്നതാണ്. അപ്പോൾ ആ സനാതനധർമ്മം പറയുന്നത് പ്രകാരം പ്രകൃതിയെയും മൃഗങ്ങളെയും അവരോട് ക്രൂരത കാണിക്കരുത് എന്നുള്ളത്
അപ്പോൾ ഇത് പ്രകാരം പരിക്ക് പറ്റിയതടക്കമുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മൃഗങ്ങളെ അടക്കം ദത്തെടുക്കുന്ന പരിപാടിയൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ മെസ്സിയും ഇതിനെ വല്ലാണ്ട് പിന്തുണയ്ക്കുന്നതാണ്. മൃഗങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ, ക്രൂരതകൾ, അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അംബാസഡർ കൂടിയാണ് മെസ്സി. അപ്പോൾ അനന്ത് അംബാനിയുടെ ക്ഷണപ്രകാരം ഈ വന്താരയിൽ ഇദ്ദേഹം ചെല്ലുന്നു. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സനാതനധർമ്മ പിന്തുടരുന്ന ആ രീതികൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിഥികളായി വരുന്നവരെ ആ രീതിയിലാണ് സൽക്കരിക്കുക, ആരതി ഒഴിഞ്ഞ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇദ്ദേഹം മഹാ ആരതിയിൽ പങ്കെടുക്കുന്നു, ഹിന്ദു പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു, ശിവ അഭിഷേകം നടത്തുന്നു, അതായത് ശിവവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുക, ഹനുമാൻ പൂജ നടത്തുന്നു, ഗണപതി പൂജയിൽ പങ്കുകൊള്ളുന്നു. ഇത് മാത്രമല്ല, അവിടെ നടന്ന മന്ത്രോച്ചാരണങ്ങൾ ഏറ്റുചൊല്ലുന്നു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മെസ്സിയുടെ ആരാധകരടക്കം നൽകുന്ന ഉത്തരം അത് അദ്ദേഹം വന്ന നാടിനോടും അവിടുത്തെ ആചാര രീതികളോടും അല്ലെങ്കിൽ വിശ്വാസത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആദരവ്, അതിനെ നിന്ദിക്കുകയല്ല, അതിനെ കൂടി മാനിക്കുന്നു എന്നുള്ള ആ ഒരു ജസ്റ്ററിൽ അദ്ദേഹം കാണിച്ച അതെ, അതിനെ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു പ്രകടനത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അതൊക്കെ ചെയ്തത്. പക്ഷെ അതിപ്പോൾ ഇദ്ദേഹം ഈ ദുർമന്ത്രവാദത്തെ അറിയാമല്ലോ, ശിവനും ഗണപതിയും ഒക്കെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ഇത്തരം ദുർശക്തികളെ, ദുഷ്ടമൂർത്തികളെയൊക്കെ അമർച്ച ചെയ്യുക എന്നുള്ളത് ഇവരുടെയൊക്കെ അവതാര ലക്ഷ്യങ്ങളും അതൊക്കെയാണല്ലോ. അപ്പം മെസ്സിനെ സഹായിച്ചില്ലെന്ന് ആര് കണ്ടു? തീർച്ചയായിട്ടും അദ്ദേഹം പൂജ ചെയ്തല്ലോ, സഹായിച്ചു കാണും.